ഇല്ല, ഞാൻ ഇപ്പോഴത്തെ ലോക്സഭ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കില്ല. കാരണം എനിക്കത് താല്പര്യമില്ല. ഞാൻ മുമ്പിൽ കാണുന്നത് ഒരു ഇലക്ഷന് വേണ്ടി ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമല്ല മകം പിറന്ന മങ്കൻ. ഈ എന്താണ് ഉപാധ്യക്ഷനായിട്ടുള്ള പോസ്റ്റ് ഞാൻ ഏറ്റെടുത്തത് ഇത് കഴിഞ്ഞ പറഞ്ഞ ഒരു സീറ്റ് കിട്ടും എന്നുള്ളതല്ല. സത്യം പറഞ്ഞാൽ നീ ദൈവാടാ, നീ ദൈവാ. അന്നും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്നത് ഒരു സീറ്റ് കിട്ടി, ഒരു MLA ആയി, MP ആയി, ഒരു മന്ത്രിയായി, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. സംഘടനാ രംഗത്ത് എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ വളർത്തുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. മനുഷ്യന്റെ മനസ്സിലൊരു സമാധാനമൊക്കെ ഉണ്ട്. എന്റെ പൊന്നു പ്രിൻസിപ്പാളെ, ദൈവത്തെ ഓർത്ത് നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. നേരത്തെ പറഞ്ഞ VM സുധീരന്റെ ആദർശത്തിലൂടെയാണ് BJP-യിൽ ആരെയാണ് അങ്ങനെ അത്തരത്തിൽ മാതൃകയാക്കുന്നത്? മോഡിജി, വേറെ ആരുമേ ഉള്ളൂ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പൊന്നു മോളെ, അത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ട. മോഡിജി അങ്ങനെ പിന്നെ ഈ BJP-യിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ള ലീഡേഴ്സൊക്കെ വളരെ കറകളഞ്ഞ് ലീഡേഴ്സാണ്. അങ്ങനെ വേറൊരു പാർട്ടിയിലില്ല. അത് ഞാൻ അറിഞ്ഞില്ല. ഇത് പാർട്ടിയെ കനപ്പിക്കാനും പാർട്ടിയിലെ വ്യക്തികൾ നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയാൾ പാർട്ടിയല്ല BJP. അതായത് മോഡിജിയുടെ അത്രയും പ്രഭാവമുള്ള, കഴിവുള്ള, ഈ കറപ്ഷനെതിരായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമുക്ക് സമ്പന്നമാണ്. പഠിച്ചങ്ങളും പഠിക്കാത്ത നമ്മളും ബാലനെ ചാണം തന്നെ. ഇക്കണക്കിന് നമ്മളെ വാപ്പ തന്നെ ബുദ്ധിമാൻ BJP. അപ്പോൾ അങ്ങനത്തെ ഒരു പാർട്ടി അല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. പിന്നെ സുരേഷ് ഗോപി പോലെയുള്ള ഒരാള് ഇലക്ഷനും മത്സരിച്ച് ജയിക്കേണ്ടതാണ്. അത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്, കേരളത്തിന്റെ ആവശ്യമാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമല്ലോ സുരേഷിനെ. അപ്പോൾ സുരേഷിന്റെ മനസ്സ് എനിക്കറിയാം. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടനേക്കാളേറെ ഇന്ന് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനാണ്. ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും. അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോ എനിക്ക് കർമ്മത്തെ അടിയ തരും. ബീഫ് 4 ദിവസം കഴിച്ചത്. അപ്പൊ അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. എന്റെ രാഷ്ട്രീയ ഭാവിയും കുളമായില്ലേ? ഏതായാലും ദേവൻജി, ഇതെല്ലാം മറക്കാനായിട്ട് നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സുവർണ്ണ കേരള യാത്ര ഞങ്ങൾ നടത്തിയാലോ?